ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലാതെ മുൻവശത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളിരിക്കണം. മുഴുവൻ ആളുകളും ഇടതു മുന്നണിയുടെ ജില്ലാ മണ്ഡലം നേതാക്കന്മാരല്ലാതെയുള്ള മുഴുവൻ ആളുകളിരിക്കണം. പോയ സന്ദർഭത്തിൽ SP യതീഷ് ചന്ദ്ര അനവസരത്തിൽ കയറി ആക്രമിക്കുകയാണ് ഉണ്ടായത്. യതീഷ് ചന്ദ്ര ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കേരളമാണ്. തിരുവിതാംകൂറിലെ പുന്നപ്രവേല സമരത്തെ അടിച്ചൊതുക്കാൻ നേതൃത്വം കൊടുത്ത സർ CP, ആ സർ CPക്ക് മൂക്കും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് യതീഷ് ചന്ദ്ര മനസ്സിലാക്കണം. ഞാൻ കന്നഡക്കാരനാണ്, താൻ കർണാടകക്കാരനാണ്. താൻ ഈ നിലയിലുള്ള സമീപനം സ്വീകരിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ കേരളത്തിൽ തനിക്കൊരു നടപടിയും സ്വീകരിക്കാനാവില്ല, ഒരു ചുക്ക് സ്വീകരിക്കാനില്ല. താൻ കല്യാണം കഴിച്ചിട്ട് 3.5 മാസമായിട്ടുള്ളൂ. പാത്രത്തിൽ ജനിച്ചാൽ അത് നിങ്ങളുടെ മുജ്ജന്മ ശത്രുക്കളാണ് ജനിക്കുന്നത് എന്ന കാര്യം യതീഷ് ചന്ദ്ര തിരിച്ചറിഞ്ഞോളാം. യതീഷ് ചന്ദ്രയേക്കാൾ നമുക്ക് പിടിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ നാട്ടുകാരനാണ്. നിറം കൊണ്ടും കുലം കൊണ്ടും ജന്മം കൊണ്ടും നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരു പോൾ ജോസഫ് കോൺഗ്രസിന് വേണ്ടി, PJ ജോയ്ക്ക് വേണ്ടി, K ബാബുവിന് വേണ്ടി വിട്ടുപണി ചെയ്യുകയാണ്. താൻ ആലുവയിൽ ഇരുന്നപ്പോഴേ SP പിടിച്ച മണൽ ലോറി, ആ മണൽ ലോറി 25,000 രൂപ കൈക്കൂലി വാങ്ങി വിട്ട് അവിടെ നിന്ന് തിരുമി അങ്കമാലിയിൽ സ്വന്തം നാട്ടിൽ വന്ന് 30 വെള്ളി കാശിന് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ കള്ള റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ആ യൂദാസിനുണ്ടായ അനുഭവം, ആത്മഹത്യാ പ്രവണത തന്നിലും ഉണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു തർക്കമില്ല. തനിക്ക് 4 മക്കളാണ്, 4 പെൺമക്കളാണ്. തന്റെ ഭാര്യ ടീച്ചറാണ്, താൻ ആനപ്പുറക്കാരനാണ്. പെൻഷൻ പറ്റാൻ 1 കൊല്ലം കഷ്ടിയുള്ളൂ. പെൻഷൻ പറ്റാൻ തനിക്ക് നാട്ടിൽ നടക്കണം, കയ്യും കാലും കൊണ്ട് നടക്കാൻ ആറും. അതിന് ഞങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ലടോ. പോൾ ജോസഫെ, നിന്റെ അപ്പനോടും നിന്റെ അമ്മയോടും ചോദിക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. സമാരാധനയായിട്ടുള്ള നേതാക്കളെ നിർത്തിക്കൊണ്ട് അസഭ്യമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് മതി.